ശശി തരൂരിന്റെ ഓഫീസ് സ്റ്റാഫ് അംഗം അറസ്റ്റിൽ സ്വർണം കടത്തവെയാണ് ശിവകുമാർ പ്രസാദ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. പ്രസാദ് പാർട്ട് ടൈം സ്റ്റാഫാണെന്നും നിയമം അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. വിവരങ്ങൾ VS അനുരാഗ് നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ്, ശശി തരൂരിന്റെ ഓഫീസ് സ്റ്റാഫ് അംഗമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ശശി തരൂർ പ്രതികരിച്ചത്? ശശി തരൂരിന്റെ PA എന്ന് ആരോപിക്കുന്ന ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേരെയാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം കണ്ടെത്തിയെന്നാണ് വാർത്താ ഏജൻസികൾ അറിയിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം. ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് അധികൃതരാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങാനെത്തിയ ആളാണ് ശിവകുമാർ എന്നും കസ്റ്റംസ് വ്യക്തമാക്കുന്നു. എന്തായാലും ശിവകുമാർ പ്രസാദിന്റെ ഈ അറസ്റ്റ് അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ എക്സിൽ കൂടി പ്രതികരിച്ചിരിക്കുന്നത്. തന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്നു ശിവകുമാർ എന്നാണ് ശശി തരൂർ വിശദീകരിക്കുന്നത്. തന്നെ ഇപ്പോഴുള്ള സ്റ്റാഫ് അംഗമല്ല, നേരത്തെയുള്ള സ്റ്റാഫ് അംഗമാണ് എന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. എന്തായാലും വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത്. ഇയാൾക്ക് 72 വയസ്സുണ്ട്. ഡയാലിസിസിന് വിധേയനാകുന്നത് കൊണ്ട് ഒരു മാനുഷിക പരിഗണന വച്ചാണ് വിരമിച്ചിട്ടും അദ്ദേഹത്തെ സ്റ്റാഫായി നിലനിർത്തിയത് എന്നാണ് ശശി തരൂർ പറയുന്നത്. അതോടൊപ്പം ധർമ്മശാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഈ അറസ്റ്റിന്റെ വിവരം അറിയുന്നത്. എന്തായാലും ഈ തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നും അന്വേഷണത്തിലും തുടർ നടപടിയിലും കസ്റ്റംസ് അധികൃതർക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പ്രതികരിക്കുന്നു. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ശശി തരൂരിന്റെ സ്റ്റാഫ് അംഗമായ ശിവകുമാറാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്.